ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത സാദിഖ് അലി തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഇന്നലെ കോഴിക്കോട് നടന്ന ഇഫ്താർ സംഗമത്തിലാണ് മൂവരും പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിലാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ സാന്നിധ്യം. PTA റഹീം MLA, അഹമ്മദ് ദേവർകോവിൽ MLA തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ. ഇന്നലെ നടന്ന പരിപാടിയിലാണ്, കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഇഫ്താർ സംഗമം ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചത്. ആ പരിപാടിയിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിന്റെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ആ പരിപാടിയിലാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തുള്ളത്. നേരത്തെ മുജാഹിദ് നടത്തിയ ഒരു പരിപാടിയിലും മുസ്ലിം ലീഗ് അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അത് രൂക്ഷമായ വിമർശനങ്ങൾ, സമസ്തയുടെ അണികൾക്കിടയിൽ രൂക്ഷമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. നേരത്തെ സമസ്തയുടെ ഇരുവിഭാഗ സംഘടനകളും ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ദീനിൽ മായം ചേർത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന വിമർശനമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുത്തിയതിനെതിരെ വിമർശനവുമായിട്ട് EK വിഭാഗം സമസ്തയും ഒക്കെ വന്നിരുന്നു. CIC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹക്കീഫ് ഫൈസി അതിർച്ചേരിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമസ്തയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സമസ്ത ഉൾപ്പെടെയുള്ള സമസ്തയുടെ ഇരുവിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിക്കലരാനും അവരുമായി വേദികൾ പങ്കിടാനും അവരുമായി പരിപാടികൾ സംഘടിപ്പിക്കാനും ഒക്കെയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുന്നോട്ടേക്ക് വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സക്കാത്ത് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ബൈത്തുൽ സക്കാത്തിനെതിരെയും ഒക്കെ സമസ്തയുടെ ഇരു വിഭാഗങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. സമസ്ത വിമർശനം ഉന്നയിക്കുമ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുമായി വേദി പങ്കിടുകയാണ്, മുജാഹിദുകളുമായി വേദി പങ്കിടുകയാണ്, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സമസ്ത ഏത് രീതിയിലായിരിക്കും മുസ്ലിം ലീഗ് നേതാക്കളുടെ ഈ പ്രതികരണത്തെ അല്ലെങ്കിൽ ഈ ഇടപെടലിനെ നോക്കിക്കാണുക എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടയിൽ കൂടുതൽ ചർച്ചയാവുന്ന വിഷയം. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.